നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിങ്ങൾ തമ്മിൽ തെറ്റായ ഒരു കാര്യവും സംഭവിക്കില്ലെന്ന്, നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കുമെന്ന്. പക്ഷെ അതിനപ്പുറത്തേക്ക് നിങ്ങൾ വളരുമ്പോ സ്വാതന്ത്ര്യം തന്നവര് അത് തെറ്റായി പോയെന്ന് തന്നെ കരുതും. അത് അവരുടെ കുറ്റമല്ല, നിങ്ങളുടെ കുറ്റമാണ്. ജ്യോതിക്ക് ഇനി ഒരു ഭീഷണി സന്ദേശവും വരാൻ പാടില്ല. അതെങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചേ പറ്റൂ. മനസ്സിലായോ നിനക്ക്? എന്താ നിത്യേ, എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അനു ജ്യോതിയെ വിളിച്ചിരുന്നോ? അവൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ജ്യോതി നിന്നോട് പറഞ്ഞോ? ചേച്ചി പറഞ്ഞോ എന്നാ ചോദിച്ചത്. പറഞ്ഞു. പരിഹാരമായിട്ട് നീ ജ്യോതിയോട് എന്താ തിരിച്ചു പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ലല്ലേ? അതോ പറയാൻ ഉദ്ദേശിക്കുന്നത് വരുന്നത് എന്തായാലും അനുഭവിച്ചോ എന്നാണോ? നിത്യേ, എന്താ കാര്യം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവര് രണ്ടുപേരും കൂടി ചെയ്തു വെച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? ചോദിച്ചു നോക്കവനോട്. എന്താടാ? അത് ഞാനും ജ്യോതിയും തമ്മില്. നിങ്ങൾ തമ്മില് പ്രേമോ? പ്രേമത്തിന് അങ്ങനൊരു കുഴപ്പമുണ്ടല്ലോ. ഏറ്റവും കുഴപ്പം പിടിച്ച സ്ഥലത്തല്ലേ ഇത് പൊട്ടിമുളയ്ക്കൂ. വീട്ടിൽ ജീവൻ ഉണ്ടാക്കുന്ന ബഹളങ്ങൾ, ഒരാൾക്കും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, ഏത് നിമിഷവും വയലന്റ് ആവുന്ന ജീവന്റെ സ്വഭാവം, അതവള് മറന്നു. സാരയുടെ ജീവനുള്ള ദേഷ്യം, ഇവനോടുള്ള സംശയം, അത് ഇവനും മറന്നു. ഒരാണും പെണ്ണും തമ്മിൽ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല. പക്ഷെ ഇവരുടെ പ്രവൃത്തി ആരെയാ ബാധിക്കുന്നത് സാറാ? എന്നെ ബാധിക്കില്ലേ? നിന്നെ ബാധിക്കില്ലേ? ആ കുടുംബത്തിനെ മുഴുവൻ ബാധിക്കില്ലേ? മനു, എന്താടാ ഇത്? സുജാത ആന്റിയുടെ വീട്ടിലെ പ്രശ്നങ്ങളെ കുറിച്ച് നിത്യേന നമ്മൾ സംസാരിക്കാറുള്ളതല്ലേ? ജീവൻ ഒരു അപകടകാരിയാണെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞു തന്നു. എന്നിട്ടാണോ നീ അങ്ങനെയൊക്കെ കാണിച്ചത്? സോറി ചേച്ചി, ഞാൻ. നിന്റെ സോറി ഒന്നും എനിക്ക് കേൾക്കണ്ട. ഈ പ്രായത്തിലെ പ്രണയത്തിന്റെ തീവ്രതയൊക്കെ നമുക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഇനി നിങ്ങൾ തമ്മിൽ കാണുക പോലും ചെയ്യരുത്. സോറി ചേച്ചി. അങ്ങനെ ഒരാളുടെ കൂടെ നിത്യ ജീവിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് എത്ര തവണ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അവളെ വീണ്ടും നരകത്തിലേക്ക് ചവിട്ടിയിടുവാണോ നീ? എന്റെ കാര്യം വിട്ടേക്ക്. ഒരു ജന്മം മുഴുവൻ കരയാൻ വേണ്ടിയാ എന്നെ സൃഷ്ടിച്ചത് തന്നെ. പക്ഷെ ഇപ്പൊ ജ്യോതിയുടെ അവസ്ഥ എന്താണെന്നറിയോ സാറയ്ക്ക്? ഇവര് തമ്മിൽ സംസാരിക്കുന്നതും തമ്മിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും വേറെ ആരോ ഷൂട്ട് ചെയ്തിരിക്കുന്നു. അവര് ഫോട്ടോസ് അയച്ചു കൊടുത്ത് ജ്യോതിയെ ഭീഷണിപ്പെടുത്തുന്നു. ഏത് നിമിഷവും ജീവനെയും കുടുംബത്തിനെ അത് കാണിക്കെന്ന് പറഞ്ഞ് വരട്ടുന്നു. ഇന്ന് അവളെ വീട്ടിലേക്ക് വന്ന് കയറിയത് സകലതും നഷ്ടപ്പെട്ടവളെ പോലെയാ. 4-5 ദിവസത്തെ പ്രണയത്തിന്റെ കൂലി. ജ്യോതി എന്നോടത് പറഞ്ഞു. ഞാൻ ആ നമ്പറിലേക്ക് വിളിച്ച് അയാളെ തിരിച്ചറിയാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവര് ഒരു ബുദ്ധിയില്ലാത്തവരാണല്ലോ. നീ വിളിക്കുമ്പോ ഫോൺ എടുത്ത് സംസാരിക്കാൻ. ഒരു കാര്യം ഞാൻ പറയാൻ മനു, ആ ഫോട്ടോസ് ഏതെങ്കിലും ജീവൻ കണ്ടാൽ സ്വന്തം അനുജത്തിയാണെന്നൊന്നും നോക്കില്ല അയാള്. ആ പെൺകുട്ടിയെ കൊല്ലും. അഥവാ അത് കാണുന്നത് ആ കുടുംബം മൊത്തത്തിലാണെങ്കിൽ അവള് സ്വയം ഇല്ലാതാവും. നിങ്ങൾക്കൊരു തോന്നലുണ്ടല്ലോ എന്ത് കാര്യത്തിന് നേരിടാൻ ധൈര്യമുണ്ടെന്ന്. അതൊക്കെ വെറുതെയാ. കൊള്ളാവുന്ന ഒരു പ്രശ്നം വന്നാല് നേരിടാനാവാതെ തളർന്നു കിടക്കും നിങ്ങള്. ജ്യോതി ഇപ്പോ ആ അവസ്ഥയിൽ കണ്ടിട്ടാ ഞാൻ വരുന്നത്. ചേച്ചി പേടിക്കണ്ട. അവളെ ബുദ്ധിമുട്ടിക്കുന്ന ആരായാലും എങ്ങനെയെങ്കിലും ഞങ്ങളത് കണ്ടെത്തും. കണ്ടെത്തിയ നല്ലത്. അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന്
മുൻകൂട്ടി പറയാൻ പോലും പറ്റില്ല. സാറാ, ഞാനിന്ന് വീട്ടിലേക്ക് പോവാം. പെട്ടെന്ന് തന്നെ തിരിച്ചു വരികയും വേണം. നിത്യ, ഈ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അനുവദിക്കുകയും ചെയ്യില്ലായിരുന്നു. എന്തായാലും സംഭവിച്ചു പോയില്ലേ, ഇനി മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നോക്കാം. നിത്യ പോയിട്ടോ. വേറെ ഒരു പണിയില്ലായിരുന്നോടാ നിനക്ക്? ചേച്ചി, എടാ, നിങ്ങൾ ആണും പെണ്ണും ഇടകലർന്ന് നടക്കുമ്പോ അത് ഞങ്ങൾ അനുവദിച്ചു തരുന്നില്ലേ? അപ്പോ എന്തായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ? നിങ്ങൾ തമ്മിൽ തെറ്റായ ഒരു കാര്യവും സംഭവിക്കില്ലെന്ന്, നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കുമെന്ന്. പക്ഷെ അതിനപ്പുറത്തേക്ക് നിങ്ങൾ വളരുമ്പോ സ്വാതന്ത്ര്യം തന്നവര് അത് തെറ്റായി പോയെന്ന് തന്നെ കരുതും. അത് അവരുടെ കുറ്റമല്ല, നിങ്ങളുടെ കുറ്റമാണ്. ജ്യോതിക്ക് ഇനി ഒരു ഭീഷണി സന്ദേശവും വരാൻ പാടില്ല. അതെങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചേ പറ്റൂ. മനസ്സിലായോ നിനക്ക്? ഓ ഓ ഓ ഓ ഓ ഓ ഓ വേണ്ട ഓ കരയിലെ വാവേ, കരയിലെ. ഓ ഓ ഇതിപ്പോ എന്താ കുഞ്ഞിനെ പറ്റിയേ? ഇങ്ങനെയൊക്കെ കരയാന്ന് വെച്ചാ? ഞാൻ എന്തായാലും കുഞ്ഞിനെയും കൊണ്ടൊന്ന് പുറത്തിറങ്ങാമാവാ. നമ്മളെ കൊണ്ട് സാധിക്കാത്തത് പ്രകൃതിയെ കൊണ്ട് സാധിക്കുന്നല്ലേ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പാടവരമ്പത്ത് ഞാനും കുറെ കിടന്നുറങ്ങിയിട്ടുള്ളതാ. അന്ന് എന്റെ അമ്മയെ പ്രതീക്ഷിച്ച ചിലപ്പോ ഈ കുഞ്ഞിനും അത് തന്നെയായിരിക്കും വിധി. ഞാൻ പോയിട്ട് വരാമാവാ. ഓ ഓ ഓ ഓ ഓ ഓ എടാ, ഞാൻ നോക്കിക്കോളാം. ഓ ഓ ഓ ഓ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.